ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നാളത്തെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ വരുത്താൻ പാടില്ലാത്ത 5 മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ 5 മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തുന്നില്ല എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തണം. നമ്മുടെ മാർക്കിനെ കളയുന്ന മിസ്റ്റേക്സ് ആണിത്. ഒന്നെന്ന് പറയുന്നത് ഫോർമാറ്റ് കൃത്യമായിരിക്കണം. ചില പിള്ളേരുണ്ട് ആൻസർ അറിയായിരിക്കും, ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോസൊക്കെ കണ്ട് ആൻസറൊക്കെ അറിയാവുന്നതുകൊണ്ട് എക്സാമിനോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് എഴുതാൻ മടിയായിരിക്കും. അപ്പോൾ ഫോർമാറ്റ് ഒന്നും കീപ്പ് ചെയ്യാതെ വെറുതെ എന്തെങ്കിലും എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. ഫോർമാറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും, ഉള്ളിൽ എഴുതിയേക്കുന്നത് തെറ്റാണെങ്കിലും. അതുകൊണ്ട് ഫോർമാറ്റ് കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ബ്ലർബ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പോയം കമ്പാരിസൺ, അപ്രിസിയേഷൻ വരുമല്ലോ അത്, പിന്നെ ലെറ്റർ ടു ദ എഡിറ്റർ, ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി, ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഫോർമാറ്റ് കൃത്യമായിട്ട് കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ പറ്റുമെങ്കിൽ ഒരുവിധ ആൻസേഴ്സൊക്കെ ലാസ്റ്റ് ഒരു ബോക്സ് വരച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ആക്കാൻ നോക്കാം. അങ്ങനെ അട്രാക്റ്റീവ് ആക്കിയാലും നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ മിസ്റ്റേക്ക് 2, ഇറലവൻ്റ് ആൻസറാണ്. നമുക്കൊരു സംഭവം അറിയാൻ പാടില്ല, പക്ഷേ അത് നമുക്ക് അറിയാവുന്ന സംഭവം വെച്ചിട്ട് നമ്മളത് ഒപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഒപ്പിക്കാൻ നോക്കുമ്പോൾ പരിധി വിട്ട് അങ്ങോട്ട് കുത്തി നിറച്ച് എഴുതണ്ട. നമുക്കറിയാം അത് തെറ്റാന്ന്, വായിക്കുന്ന ടീച്ചർക്കും അറിയാൻ പറ്റുമോ തെറ്റാണെന്ന്. അപ്പോൾ പിന്നെ വെറുതെ അത് എന്തെങ്കിലും കുത്തിക്കുറിച്ച് സമയം കളയരുത്. അത് അറ്റൻഡ് ചെയ്യണ്ട എന്നല്ല പറയുന്നത്, അറ്റൻഡ് ചെയ്യണം. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ആൻസർ ആണെങ്കിൽ കുറച്ച് എഴുതി വെച്ചാൽ മതി, ഒരുപാട് എഴുതണ്ട. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലോ അത് കുത്തി നിറച്ച് ഒറ്റ പാക്കാക്കി എഴുതാതെ ചെറിയ ചെറിയ പാരഗ്രാഫ്സ് തിരിച്ച് ഇങ്ങനെ എഴുതും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ എഴുതാണ്, ഇങ്ങനെ എഴുതി, അതിന് അടുത്ത പാരഗ്രാഫ് ഇവിടുന്ന് തുടങ്ങി, ദെൻ അടുത്ത പാരഗ്രാഫ് ഇവിടുന്ന് തുടങ്ങി, ദെൻ അടുത്ത പാരഗ്രാഫ്, അങ്ങനെ ചെറിയ ചെറിയ പാരഗ്രാഫ് തിരിച്ച് വൃത്തിയായിട്ട് എഴുതി വെക്കണം. വൃത്തിയില്ലെങ്കിൽ മാർക്ക് നഷ്ടപ്പെടും കേട്ടോ. മൂന്നാമത്തേത്, ബേസിക് ആയിട്ടുള്ള ഗ്രാമർ മിസ്റ്റേക്സ് വരുത്താതെ നോക്കാം. എനിക്കറിയാം നമ്മളാരും അറിഞ്ഞുകൊണ്ട് ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ഗ്രാമറിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ സെൻറ്റൻസസ് എപ്പോഴും ചെറുതാക്കി എഴുതിയാൽ മതി. സിമ്പിൾ സെൻറ്റൻസുകൾ എഴുതിയാൽ മതി. ഗ്രാമർ തെറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറുതെ എന്ത് ചെയ്യണ്ട, വലിച്ചു വാരി വലിയ സെൻറ്റൻസ് എഴുതി മിസ്റ്റേക്സ് വരുത്തണ്ട. സിമ്പിൾ സെൻറ്റൻസ് ആണ് എഴുതിയെന്ന് കരുതി നിങ്ങളുടെ മാർക്ക് ആരും കളയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, സിമ്പിൾ സെൻറ്റൻസ് ആക്കി എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ 4th മിസ്റ്റേക്കാണ് ഈസി ആയിട്ടുള്ള ചോദ്യം സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതണമെങ്കിൽ കുഴപ്പമില്ല. അതല്ല, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് എഴുതണമെങ്കിൽ ഈസിയൊക്കെ വേഗം എഴുതുക. ദെൻ ഈസി ക്വസ്റ്റ്യനിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യരുത്. വളരെ ഈസി ആണെങ്കിൽ വളരെ കുറച്ച് സമയമാണ് അതിനെടുക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ആ ഒരു ടെക്നിക്ക്. ഈസി ആണല്ലോ, 4 മാർക്കിന് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന, ഞാൻ പഠിച്ച അതേ ചോദ്യമാണ്, ഇരുന്നങ്ങോട്ട് ഒരു പേജൊക്കെ എഴുതി വയ്ക്കും, ഒരു കാര്യമില്ല. 4 മാർക്കിൽ 1 മാർക്ക് കൂടുതൽ കിട്ടോ ഇല്ല. അപ്പോൾ വെറുതെ അവിടെ സമയം കളയരുത്. ഈസി ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ സ്കിപ്പ് ചെയ്യരുത്, എഴുതണം. എഴുതുമ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഫൈനലി ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര പ്രശ്നമാണ്. ടൈം മാനേജ് ചെയ്തില്ലെങ്കിൽ, ടൈം മാനേജ് ചെയ്യാനുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ടൈം മാനേജ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ഓർക്കും ആദ്യം തന്നെ 8 മാർക്കിൻ്റെ എഴുതുമ്പോൾ നമ്മുടെ കുറേ ടൈം അവിടെ പോവില്ലേ എന്ന് ഓർക്കും. ഇല്ല, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിനിൽ അത് സേവ് ആവും. 8 മാർക്കിൻ്റെ ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, വേഗം എഴുതിയില്ലെങ്കിൽ ബാക്കിയൊന്നും എഴുതാൻ പറ്റില്ല എന്നുള്ളത് പ്രൂവൺ ആണ് കേട്ടോ. ഞാനൊക്കെ എക്സാം എഴുതിയ സമയങ്ങളിൽ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ള, ഇംഗ്ലീഷിന് സമയം കിട്ടാതെയൊക്കെ പണ്ട് വന്നിട്ടുള്ളപ്പോൾ ഇത് ഫോളോ ചെയ്ത് സക്സസ് ആയതാണ്. പിന്നീട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഈ 8 മാർക്കിൻ്റെ നമ്മൾ തന്നെ എഴുതണം, 2 മാർക്കിൻ്റെ നമ്മൾ തന്നെ എഴുതണം, വേറെ ആരും നമുക്ക് എഴുതി തരാനില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, 8 മാർക്കിൻ്റെ ആദ്യം എഴുതാം. 2 മാർക്കിൻ്റെ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, 8 മാർക്കിൻ്റെ 2 ചോദ്യം നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യത്തിൽ. അതുകൊണ്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുകളിൽ പറഞ്ഞ മിസ്റ്റേക്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ടോ. എല്ലാവരും നല്ല രീതിക്ക് എക്സാം എഴുതുക. എക്സാം എല്ലാവർക്കും എളുപ്പമാവട്ടെ. താങ്ക്